ഏവർക്കും ഈസി സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് +1 യൂണിറ്റ് 1 ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിലുള്ള ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അതിൽ ഫോക്കസ് ഏരിയ വരുന്നത് ഏതാണെന്ന് ആദ്യം പറയാം. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് പോർഷൻസ് വരുന്നത് ഹിസ്റ്ററി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, ദെൻ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, ദെൻ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, then some applied areas of statistics. ആ അപ്ലൈഡ് ഏരിയയിൽ വരുന്നത് ആക്ച്വറിയൽ സയൻസ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ വരുന്നത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 വരുന്നുണ്ട്: CSO, NSSO ആൻഡ് ISI. അപ്പോൾ ഐ ആം സ്റ്റാർട്ടിങ് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു ഇൻട്രൊഡക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി ഹ്യൂമൻ ലൈഫ്, നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. നമ്മുടെ ലൈഫിൽ, ഹ്യൂമൻ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ഒരു ഡിസിഷൻ എടുക്കുക എന്നത്. നമ്മളൊക്കെ ചില കാര്യങ്ങൾ വരുമ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ. ഒരു അൺസർട്ടനിറ്റി, നമ്മൾ എന്ത് ചെയ്യണം, ഏതായിരിക്കും ശരി, അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ അൺനോയിങ്ലി വി യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ടെക്നിക്സും നമ്മൾ അറിയാതെ, ഒരു കോമൺ മാൻ ആണെങ്കിലും നമ്മൾ സാധാരണയായിട്ടുള്ള ആളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളറിയാതെ, അവർക്കിപ്പോൾ അവർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് പറയിച്ചിട്ടില്ല, അവർക്ക് അറിയില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അറിയാതെ തന്നെങ്കിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറച്ച് ടെക്നിക്സും മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നൗ എ ഡേയ്സ്, ഈ ഇടയായിട്ട് statistics is an important thing of every field of our life. നമ്മളുടെ ഏത് ഫീൽഡിലായിക്കോട്ടെ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഫീൽഡ് ആയിക്കോട്ടെ, IT ഫീൽഡ് ആവട്ടെ, പിന്നെന്താ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ വരുന്ന ആ ഒരു ഫീൽഡ് ആയിക്കോട്ടെ, ഏത് ഫ്രീ ഫീൽഡ്, ഹ്യൂമൻസിൻ്റെ ലൈഫിലുള്ള ഏതൊരു ഫീൽഡിലും നമ്മൾ ഈ ഇടയായിട്ട് റീസെൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ കുറേ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞു അല്ലേ മുന്നേ. ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇലക്ഷൻ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു പ്രഡിക്ഷൻ ടൈമിൽ റിസൾട്ട് ആരായിരിക്കും ജയിക്കുക, അല്ലെങ്കിൽ ഏത് പാർട്ടി ആയിരിക്കും വിൻ ചെയ്യുക, ആ ഒരു ടൈമിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിലാണെങ്കിലും നമുക്കിപ്പോൾ അവർക്ക് ഒരു ഇതുണ്ടാവും, നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയൽ ഫീൽഡായിട്ട് നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു കട തുടങ്ങുന്നു, അവർക്ക് ഒരു ഇതുണ്ടാവും, നമ്മളൊരു സ്റ്റേഷനറി കട ആവട്ടെ, അവരോട് ചോദിക്കും, അവർക്കിപ്പോൾ ചിന്ത ഉണ്ടാവും നമ്മളെങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആർക്കുണ്ട്, എല്ലാവർക്കും ഉള്ളു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസിനും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. എന്തെന്ന് പറയുന്നത്, നമ്മൾ 2 ആസ്പെക്ട്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ 2 ആസ്പെക്ട്സ് ഉണ്ട്. വൺ ഈസ് തിയററ്റിക്കൽ ആസ്പെക്ട്സ്, അതർ ഈസ് അപ്ലൈഡ്. സോ നമുക്കറിയാം തിയററ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ, തിയറീസും ഫോർമുലാസൊക്കെ പഠിക്കുന്നത്. അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച തിയറീസും ഫോർമുലാസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയി. ഈ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് തന്നെ 2 കാറ്റഗറീസ് ആയിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. ആ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിലാണെങ്കിലും നമ്മൾ നമുക്ക് കിട്ടുന്ന കുറേ ഡാറ്റാസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്.
അപ്പോൾ ആ റിസൾട്ട് നമ്മൾ ആ കിട്ടുന്ന ഡാറ്റ, ആ ഡാറ്റേനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ റിസൾട്ട് പറഞ്ഞു, ഈ പാർട്ടിയാണ് വിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രെഡിക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്രെഡിക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഒന്ന് ആ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒന്ന് വായിച്ചു പോവാം കേട്ടോ. ഫോക്കസ് ചെയ്യാണ്ട് ഒരു പോയിന്റ് വൈസ് ഇങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു 2 aspects of statistics. One is theoretical aspect, then next is applied. Theoretical statistics means the study of theories, formulas, definitions, etc. Then applied statistics means that we learn the theories that theories are using in a field, a real life situation. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് തിയറീസ് യൂസ് ചെയ്യുന്നത്. ദെൻ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2 ഫോം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ. ഡിസ്ക്രിപ്റ്റീവ് മീൻസ് we collect some data and analyze it, that analysis, that part is descriptive statistics. Then inferential means the prediction or the result of that. നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമ്മൾ എന്ത് പറയുന്നു, അതിൻ്റെ റിസൾട്ട് പറയുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഹിസ്റ്ററി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഹിസ്റ്ററിയാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, എങ്ങനെയാണ് എവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ ഹിസ്റ്ററി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇതുണ്ടാവും, നമ്മൾ എവിടെ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ്, ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് derived ഫ്രം ദ ലാറ്റിൻ വേർഡ് സ്റ്റാറ്റസ് ഓർ ഇറ്റാലിയൻ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്ക. ദാറ്റ് മീൻസ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്ക അല്ല, സ്റ്റാറ്റിസ്റ്റ. ആ വേർഡ് മീനിങ് ഓഫ് ദാറ്റ് വേർഡ് ഈസ് ദ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ, ഇതിൽ നിന്നുമാണ് എന്ത് വന്നത്, നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വേർഡ് വന്നത്. അതിൻ്റെ മീനിങ് ആണ് എന്ത്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ഓർ എന്ത് പറയുക, ഗവൺമെൻറ് എന്നും പറയാം. പിന്നെ ദെൻ വരുന്നത് നമ്മൾ ആൻഷ്യൻ പീരീഡിൽ, ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയുന്നു, ഒരു പോയിൻ്റായിട്ട് പറയുന്നതല്ലോ. ആൻഷ്യൻ പീരീഡിൽ നമ്മൾ റൂളേഴ്സ്, ആ റൂളേഴ്സിന് ഒരു എന്തുണ്ടാവും, അവർക്കൊരു കൺട്രി ഉണ്ടാവും അല്ലേ, ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ അവർ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഏരിയയിലെ പോപ്പുലേഷൻ എത്രയാണ്, അല്ലെങ്കിൽ അവർ അഗ്രികൾച്ചറൽ പിന്നെ പ്രൊഡക്ഷൻ അതെത്രയാണുള്ളത്, പിന്നെ അതിൽ ലാൻഡ് ഏരിയ എത്രയാണ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് വരുന്നു, അവരുടെ മിലിറ്ററിൻ്റെ ഫോഴ്സിൽ എത്ര പേരുണ്ട്, അവരുടെ പിന്നെ എന്താണ് നമ്പർ എത്രയാണ്, അങ്ങനെയുള്ള ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് ആൻഷ്യൻ പീരീഡിൽ ആരും യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ആൻഷ്യൻ റൂളേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഈ ഇത് നോക്കുന്ന എങ്ങനെ, ആൻഷ്യൻ റൂളേഴ്സ് നമ്മളുടെ പോപ്പുലേഷൻ റേറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെൻറ് നമ്മളുടെ കൺട്രിയിൽ, നമ്മളുടെ ഇന്ത്യയിലെ എന്താണ് പോപ്പുലേഷൻ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പം അതാണ് വരുന്നത്. അപ്പോൾ ദെൻ നമ്മളുടെ ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആരാണ്, ഓർമ്മയുണ്ടോ? അപ്പം R.A. ഫിഷറാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. R.A. ഫിഷറിൻ്റെ ഫുൾ നെയിം എന്താ പറഞ്ഞിട്ടുണ്ട്, സർ റൊണാൾഡ് ഐമൻ ഫിഷർ എന്നാണ് എന്ത് R.A. ഫിഷറിൻ്റെ ഫുൾ നെയിം. ഓക്കെ, ദെൻ നമുക്ക് പോകാനുള്ളത് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന 2 ഡെഫിനിഷൻ പഠിക്കാം. ആ ഡെഫിനിഷൻ പഠിക്കുന്നത് വിത്ത് ആ ഡെഫിനിഷൻ ആരാണോ പറഞ്ഞത് അതും കൂടെ വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡെഫിനിഷൻ പറയാം. എന്താണ്, ക്രോക്സാൻ ആൻഡ് കൗഡൻ്റെ ഒരു ഡെഫിനിഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ കളക്ഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ കളക്ഷനും പ്രസൻറ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. നമുക്കൊരു ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അത് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രിഡിക്ഷനിലേക്ക് എത്തുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്. അങ്ങനെയാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ക്രോക്സാൻ ആൻഡ് കൗഡൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇതാണ് 2 ഡെഫിനിഷൻ പഠിക്കാൻ മറക്കരുത് കേട്ടോ. ആ പിന്നെ ഡെഫിനിഷനും അതിൻ്റെ കൂടെ എന്ത് പഠിക്കണം, ആരാണോ പറഞ്ഞത്
ആരാണോ ആ ഡെഫിനിഷൻ പറഞ്ഞത് അതും കൂടെ പഠിക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ്ങിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള എന്താണ് പ്ലാനിങ്. ആ ഒരു പ്ലാനിങ്ങിൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്കൂളിലുള്ള കുട്ടികളുടെ അവർ കുറേ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് എന്തുകൊണ്ട് കാരണം, എന്ത് കാരണം അല്ലെങ്കിൽ എന്ത് പ്രിവെൻഷൻ അതിൽ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് തിരിച്ച് കൊണ്ടുവരാം എന്നുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യും. ആ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ, എത്ര പേര് പോയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ എത്ര കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ പോവാനുള്ള അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ എന്താണ്? അപ്പം അതിനെ പറ്റിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിലൊരു അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റെമഡി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ്. ഗവൺമെൻറ്റും ഇങ്ങനെയുള്ള പ്ലാനിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്കൽ ഫീൽഡിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു? എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. GDP, ഗ്രോത്ത് റേറ്റ്, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇമ്പോർട്ട് എക്സ്പോർട്ട് അങ്ങനെയുള്ളതൊക്കെ ഇതിൽ. അപ്പോൾ അവർ ഒരു ഇയറിലേക്ക് ഇപ്പോൾ 2019 എത്ര ഇമ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തതിന് എത്ര ഇൻക്രീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഡിക്രീസ് ആവുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ 2020 എത്ര വന്ന് 2021 ആകുമ്പോഴേക്കും അത് എത്രയാവും, ഇയറിൻ്റെ ആകുമ്പോഴേക്കും എത്രയാകും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്കണോമിക്സ് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ടൈം സീരീസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രൊഡക്റ്റ് നമുക്ക് യൂസബിൾ ആണോ അല്ലയോ എന്നുള്ള ആ ഒരു ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നു. ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. നമ്മളൊരു കോയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 2 പാർട്ട് ഉണ്ടാവില്ലേ? ഹെഡ് ഉണ്ടാവും, ടെയിൽ ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും. അത് ഇതിൻ്റെ 2 പാർട്ടാണെന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സിലും യൂസ് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിലും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നതാണ് മീൻ കാണുക അല്ലേ? ആവറേജ്. അപ്പം ആ ആവറേജ് കാണുന്നത് നമ്മൾ സം ഓഫ് ഡാറ്റ, നമുക്ക് കുറച്ച് കുട്ടികളുടെ ഏജാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഏജിൻ്റെ സമ്മ് കാണും. ദെൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന്. അതാണ് നമ്മൾ കാണുന്നത് മീൻ എന്ന് പറയുന്നത്. അപ്പം ആ മീൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്? അവരുടെ അഡീഷൻ, ഒരു സമ്മ് കണ്ടുപിടിക്കുന്നുണ്ട്, വരുന്നുണ്ട്, ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അടുത്ത് വരുന്നത് മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ്. മെഡിക്കൽ സയൻസിൽ നമ്മളെങ്ങനെ മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നു? അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പറയാം അല്ലേ? നമ്മളുടെ ഈ പാൻഡമിക് പീരീഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലെങ്ങനെ മാത്തമാറ്റിക്സ് അല്ല സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുന്നതാണ് ഇന്നത്തെ പോസിറ്റിവിറ്റി റേറ്റ് അല്ലേ? പിന്നെ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസിറ്റിവിറ്റി റേറ്റ് 10 കുറവാണെങ്കിൽ മാത്രമേ ലോക്ക്ഡൗൺ ഒഴിവാക്കൂ അല്ലേ? അപ്പം ഓരോ ദിവസവും പോസിറ്റിവിറ്റി റേറ്റ് എത്രയാണ്, പോസിറ്റീവായവരുടെ റേറ്റ്, ആ റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തു? നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ് ആണെങ്കിലും ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ ബ്ലോക്കിലേക്ക്, പഞ്ചായത്ത്, അങ്ങനെ ഓരോ ലെവലായിട്ട് നമ്മൾ ചെയ്യുന്നു? പഞ്ചായത്ത് എന്നുള്ള ആദ്യം നമ്മളെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കുറേ വില്ലേജസ് വരുമല്ലോ, വാർഡുകൾ വരുമല്ലോ. ആ വാർഡിൽ നിന്നുള്ള പോസിറ്റിവിറ്റിൻ്റെ കളക്ട് ചെയ്യുക, എത്ര നമ്പേഴ്സൊക്കെ കളക്ട് ചെയ്യുക. അങ്ങനെ ഓരോ ലെവലിലും കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള പോസിറ്റിവിറ്റി റേറ്റ് എത്രയാണെന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ വേറൊരു സിറ്റുവേഷനാണ് അത് നമ്മൾ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ് എന്താണ്, അതിൻ്റെ റെമഡീസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ അത് ഇത്ര റേറ്റ് ഉണ്ട്, എങ്ങനെ നമുക്ക് അതിനെ ആ റേറ്റിൽ നിന്ന് താഴോട്ട് വരാം, എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത്, അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക, ആ കോസ് വരാനുള്ള കോസുകൾ കണ്ടുപിടിക്കുക, പിന്നെ എന്ത് ചെയ്യും അതിനുള്ള റെമഡീസ്. പിന്നെ വേറൊരു ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിം കൊറോണേൻ്റെ കാര്യം തന്നെ എടുക്കാം. നമുക്ക് ഇപ്പോൾ വാക്സിൻ വന്നു അല്ലേ. അപ്പം ആ വാക്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എങ്ങനെയാണ് വാക്സിൻ കുറേ 1 year ബിഫോറാണ് ഇല്ലേ വാക്സിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തുണ്ട്, അതിന് നമ്മൾ എന്ത് കൊടുത്തില്ല, ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തിട്ടില്ല. കാരണം എന്താ, അതെങ്ങനെ പീപ്പിൾസിൽ എഫക്റ്റ് ചെയ്യും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് അത് എഫക്റ്റ് ചെയ്യുന്ന അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് പേരെ സാമ്പിളായിട്ട് എടുത്തിട്ട് അവർക്ക് കൊടുത്തു, ആ മെഡിസിൻ കൊടുത്തു, ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ള അതൊക്കെ സ്റ്റഡി ചെയ്തു. പിന്നെ കുറച്ച് ഏജ് ഡിഫറൻസ് വെച്ചിട്ട് അവരെടുത്തിട്ട് അങ്ങനെ സാമ്പിളിൽ കുറേ ഏജ് ഡിഫറൻസ് ഉള്ള 60 എബോവുള്ളവർക്ക് എടുക്കുക, അതിൻ്റെ താഴെ 45 to അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറിയിലുള്ളവരെ നമ്മൾ എടുത്തിട്ട് അവർക്ക് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുക. ഫസ്റ്റ് ഡോസ് എടുത്തപ്പോൾ അവർക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ സെക്കൻഡ് ഡോസ് എടുത്തപ്പോൾ അവർക്ക് എന്താണ് ചേഞ്ച് വന്നത്, അങ്ങനെയുള്ളതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ടൈം ഇങ്ങനെയാണ് അവരുടെ റിസൾട്ട് പറഞ്ഞിട്ട് അവർ അതിൽ നിന്ന് എന്തായി, ഈ വാക്സിൻ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ വാക്സിൻ യൂസ് ചെയ്താൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, അത് കഴിഞ്ഞ വാക്സിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പോസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെയുള്ളതൊക്കെ പറയുന്നു. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എത്ര എണ്ണം പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ് പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് പറഞ്ഞു, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രി, ആഫ്റ്റർ ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ്. ഇനി രണ്ട് സ്കോപ്പും കൂടെ ഉണ്ട്. വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ. സൈക്കോളജിയിലും എഡ്യൂക്കേഷനിലും നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നു. എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനിൽ എങ്ങനെ നമ്മളുടെ ടീച്ചിങ് മെത്തേഡിലാവട്ടെ എങ്ങനെയൊക്കെ എന്ത് വേരിയേഷൻസ് വരുത്തണം എന്നറിയണമെങ്കിൽ, എന്ത് മാറ്റങ്ങൾ എന്ത് ചേഞ്ചാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ അതിനെ മാറ്റിയെടുക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുക. ദെൻ സൈക്കോളജിയിലാകുമ്പം കുറേ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. പിന്നെ എന്താണ് സ്ട്രെസ്സ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് അതിൻ്റെ എങ്ങനെയാണ് കുട്ടികളിൽ അല്ലെങ്കിൽ വരെകളുടെ എങ്ങനെയാണ് അതിൻ്റെ ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈക്കോളജിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ദെൻ എന്താണ് 6th one പറഞ്ഞു ഞാനിപ്പോൾ. ലാസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ ബാങ്കിങ് സെഷൻ, ദെൻ ഫിനാൻസ്, അക്കൗണ്ടിങ്, പിന്നെ പ്രൊഡക്ഷൻ, അതിലൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഞാനൊരു എക്കണോമിക്സ് പറഞ്ഞില്ലായിരുന്നു, ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ GDP അതിൻ്റെയൊക്കെ ഗ്രോത്ത് റേറ്റൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയെന്നുണ്ട്. അതേപോലെ തന്നെയാണ് പ്രൊഡക്ഷൻ്റെ നമ്മൾ ഇയർ വൈസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 1995 അല്ല 2000 ഇത്രയായിരുന്നു പിന്നെ അവരുടെ റേറ്റ്. അപ്പോൾ 2005 ആയപ്പം അവരിന്ന് എന്താണ് പ്രൊഡക്ഷൻ റേറ്റ് കൂടിയതാണോ കുറഞ്ഞതാണോ. അപ്പോൾ 2010 എങ്ങനെ, അങ്ങനെ ഓരോ ഇയർ വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്സിലെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇത്രയാണ് എന്തുള്ളത്, സ്കോപ്പ് ഉള്ളത്. ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണെന്ന്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, third one is statistics and industry, next one is statistics and mathematics, then statistics and medical science, then statistics and mathematics, statistics and psychology, mathematics രണ്ട് പ്രാവശ്യം പറഞ്ഞു അല്ലേ, then statistics, psychology and education, അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹിസ്റ്ററി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു, ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു, ദെൻ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ വായിച്ച് നോക്കുക. ഞാൻ കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് 2
ഡെഫിനിഷൻസ് പഠിക്കാൻ മറക്കണ്ട. ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ എന്നും കൂടെ പഠിക്കണം. അതിൻ്റെ കൂടെ ആ ഡെഫിനിഷൻ ആരാണ് പറഞ്ഞത് അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ പഠിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിർത്തുകയാണ്, ഇവിടെ നിർത്തുകയാണ്. അപ്പം എന്ത് ചെയ്യുക, ഈ ചാനൽ എല്ലാവരും കാണുക, എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെന്ത് ചെയ്യാം, ഓൾ നടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഓക്കെ.